ഹായ് എവരിവൺ. എങ്ങനെയാണ് ബോർഡിനും എൻട്രൻസിനും സൈമൾട്ടേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ പല കുട്ടികൾക്ക് ഇതിപ്പോഴും ഒരു മിത്താണ്. ഇത് രണ്ടും ഒരുമിച്ച് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് മെജോറിറ്റി കുട്ടികളും വിശ്വസിക്കുന്നത്. പക്ഷേ ആക്ച്വലി ബോർഡാണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും നമുക്ക് പഠിക്കേണ്ട കണ്ടന്റ് ഒന്ന് മാത്രമാണ്. ആ ഒരു കോൺസെപ്റ്റ് കണ്ടന്റ് ഡീപ്പായി പഠിച്ച ശേഷം ബോർഡിന്റെ പാറ്റേണിലും എൻട്രൻസിന്റെ പാറ്റേണിലും ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ, അതായത് എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു സ്കോറോ അല്ലെങ്കിൽ റാങ്കോ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പല കുട്ടികൾക്കും പ്രശ്നം, സാർ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ് പല കുട്ടികളും പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ഒരു സ്പെഷ്യൽ യൂട്യൂബ് ലൈവ് സീരീസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ലൈവ് സീരീസിൽ നമ്മുടെ എൻ്റയർ ചാപ്റ്റർ ആയിരിക്കില്ല, പക്ഷേ ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഫീൽ ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കാം. ആ ടോപ്പിക്കുകൾ ഏറ്റവും അടിപൊളിയായി ഡീകോഡ് ചെയ്ത ശേഷം എൻട്രൻസിൻ്റെ പാറ്റേണിൽ എങ്ങനെ ചോദ്യങ്ങൾ വരും, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ആ രീതിയിൽ, അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങളും ഇത്രത്തോളം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വൺ ടൈം പ്രിപ്പറേഷനിൽ ബോർഡും എൻട്രൻസും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആദ്യമേ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഒരു ലൈവ് സീരീസ് വൈകുന്നേരം 7 മണിക്കായിരിക്കും ഉണ്ടാവുക. എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവ് സീരീസിൽ വെച്ച് കാണാം. ബൈ.